ഹായ് ഫ്രണ്ട്സ്, വളരെ ഇൻഫോർമേറ്റീവായ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാത്തിരുന്ന മന്ത്രിയുടെ അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. അതായത് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് 10 കിലോ അരി നമ്മൾ 2-3 ദിവസമായി അതിനെക്കുറിച്ച് പറയുന്നു. മന്ത്രിയുടെ ഒരു വിശദീകരണം വന്നിരിക്കുകയാണ്. ആ അരി വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഈ സർക്കാരിന്റെ അവസാന ബജറ്റിൽ ധനമന്ത്രി വ്യക്തമാക്കിയ കാര്യമാണ് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് 10 കിലോ അരി 15 രൂപ നിരക്കിൽ നൽകുമെന്ന്. പക്ഷേ ജനുവരി മാസം ആ ഒരു അരി കിട്ടിയില്ല. പിന്നീട് ധനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വന്നു, വിഷുവിനോടനുബന്ധിച്ച് ഈ അരിയും സ്പെഷ്യൽ കിറ്റും വിതരണം ചെയ്യുമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിച്ചു, ഈ അരി അതിനു മുമ്പ് കിട്ടുകയില്ല എന്നുള്ളത്. അത് സംബന്ധമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. കൂടുതൽ ആളുകൾ പ്രതികരിച്ചിരുന്നു. അതായത് ഈ ഒരു അരി നേരത്തെ തന്നെ അനുവദിച്ചു തരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഫെബ്രുവരി മാസം ആരംഭിച്ചു. ആ ഒരു ഫെബ്രുവരി മാസത്തിൽ ആ ഒരു അരി ഇല്ല എന്നുള്ളൊരു സങ്കടം നമ്മൾ പറയുന്നു. അതോടൊപ്പം തന്നെ സന്തോഷകരമായിട്ട് നമുക്ക് മാർച്ച് മാസത്തിൽ ആ അരി വിതരണം ചെയ്യാൻ സർക്കാർ ഒരു സന്മനസ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലുമാണ് ആ സ്പെഷ്യൽ അരി കിട്ടുക. അങ്ങനെ അത് വിതരണം ചെയ്യുമെന്നാണ് ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. മാർച്ച് മാസത്തിലും ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഏപ്രിൽ മാസത്തിലും 10 കിലോ അരി 15 രൂപ നിരക്കിൽ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കരുതുന്നു. കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതുകൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോ കാണാം. ഇതുവരേക്കും ബൈ.